പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് SD Audio Techൻ്റെ മറ്റൊരു സബ് ഫിൽറ്റർ ബോർഡാണ്. നമ്മൾ ഓൾറെഡി ഒരു മിനി സബ് ഫിൽറ്റർ ബോർഡ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് മറ്റൊരു സബ് ഫിൽറ്റർ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ റീസെൻ്റായിട്ട് ചെയ്തൊരു സ്റ്റീരിയോ ആംപ്ലിഫയറിനെ 2.1 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൊരു സബ് ഫിൽറ്റർ ബോർഡാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോഡൽ നെയിം എന്ന് പറയുന്നത്. LM324 IC ഉപയോഗിച്ചിട്ടുള്ള ഒരു സബ് ഫിൽറ്റർ ബോർഡാണിത്. ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് SMD കോമ്പണൻസ് ഒക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് നല്ലൊരു ഗ്ലാസ് എപ്പോക്സി PCBയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള നല്ലൊരു PCBയിൽ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് മുതൽ തന്നെ ഇത് വാങ്ങാനും താല്പര്യമുണ്ടെങ്കിൽ അതിനൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് SD Audiosൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രോഡക്റ്റിൻ്റെ പ്രൈസ് പറയാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മാസം കഴിയുന്നതനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം വീഡിയോ ഒരു മാസം കഴിഞ്ഞ് കാണുന്നവർക്ക് ചിലപ്പം നമ്മൾ വീഡിയോയിൽ പറയുന്ന പ്രൈസ് ആയിരിക്കില്ല പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കുക. അതുകൊണ്ടാണ് വീഡിയോയിൽ പ്രൈസ് നമ്മൾ പറയാത്തത്. അപ്പം പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് SD Audiosമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ഇതിൻ്റെ കണക്ഷൻസിലേക്കൊക്കെ വരികയാണെങ്കിൽ പവർ സപ്ലൈയിൽ നോക്കുകയാണെങ്കിൽ ഇത് ഡുവൽ സപ്ലൈയിലാണ് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുന്നത്. +15 0 -15 ആണ് ഇതിൻ്റെ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് 12-0-12 ടാപ്പിംഗ് ട്രാൻസ്ഫോമറിലുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്ത് ഡുവൽ സപ്ലൈ ആയിട്ട് റെക്ടിഫൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 14.5 സംതിങ് വോൾട്ടേജ് കിട്ടും. അത് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും. അതിന് പ്രത്യേകം പവർ സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു 12-0-12 റെക്ടിഫൈ ചെയ്തെടുക്കുക, DC വോൾട്ടേജ് ആയിട്ട് റെക്ടിഫൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഇതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 47Kയുടെ സിംഗിൾ കൺട്രോൾ ഇടാനായിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു കൺട്രോൾ ഇതിലേക്ക് സോൾഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോർഡ് പാനലിൽ ഫ്രണ്ടിലത്തെ അക്രിലിക് പാനലിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സബ് ഔട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് വരുന്ന ലോ പാസ് ഫിൽറ്റർ ചെയ്ത് വരുന്ന സബിൻ്റെ ഔട്ട്പുട്ട് ഇതെടുത്ത് നമ്മുടെ സബ് ബോർഡിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഇൻപുട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ USB മൊഡ്യൂളെന്നോ ഏതാണോ നമ്മുടെ ഓഡിയോ സോഴ്സ് അതിൽ നിന്ന് വരുന്ന ലെഫ്റ്റ് ഗ്രൗണ്ട് റൈറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സോൾഡർ ചെയ്യേണ്ടത്. പിന്നെ നമുക്കിവിടെ ഒരു പ്രീസെറ്റ് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഗെയിൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രീസെറ്റ് ആയിരിക്കും. എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അപ്പോൾ തന്നെ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇതിൻ്റെ ഗെയിൻ കൺട്രോൾ ചെയ്യാനുള്ള പ്രീസെറ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തൊരു ഓവർവ്യൂ പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ XBAS എന്നുള്ളൊരു സ്വിച്ചാണ്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൽ XBAS എന്നുള്ള സ്വിച്ചൊക്കെ ആഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അതിൻ്റെ കണക്ഷൻ എടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു പുഷ് പുൾ സ്വിച്ചോ അല്ലെങ്കിൽ ഒരു ഓൺ ഓഫ് സ്വിച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അവിടെ XBAS എന്നുള്ളൊരു ഓപ്ഷനോടെ വരുന്നുണ്ട്. ബാസ് കൂട്ടിയെടുക്കാൻ വേണ്ടി ഗെയിൻ കുറച്ച് കൂട്ടി ബേസ് കുറച്ചും കൂടെ കയറ്റി വരുന്ന രീതിയിലുള്ളൊരു ഓപ്ഷനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബോർഡിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ മിനിമലായിട്ടുള്ളൊരു ബോർഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയാനായിട്ട്. ഇനി നമുക്കിത് ഓഡിയോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ടുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ് ഫിൽറ്ററിൻ്റെ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 15-0-15 പവർ സപ്ലൈ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ ഇൻപുട്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ XBASൻ്റെ സ്വിച്ച് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. XBAS ഓൺ ചെയ്യുന്ന സ്വിച്ചാണിത്. പിന്നെ കൺട്രോളും സോൾവ് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് നമ്മൾ ഈ ഒരു സ്റ്റീരിയോ ബോർഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു ചാനലിലാണ് നമ്മൾ 10 ഇഞ്ചിൻ്റെ സബ് ബൂഫർ കൊടുത്തിട്ടുള്ളത്. 100 വാട്ട്സ് ആണ് നമുക്ക് ഇതിൽ കിട്ടുക. ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഓഡിയോ ചെക്ക് ചെയ്യാനായിട്ട് മറ്റൊരു ആംപ്ലിഫയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ചെക്ക് ചെയ്യാൻ മുമ്പായിട്ട് നിങ്ങളൊരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബേസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫോണിൽ കൂടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബേസ് നമുക്ക് അറിയാൻ പറ്റില്ല. മാത്രമല്ല ഫോൺ റെക്കോർഡ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ ഓഡിയോ ആകണമെന്നില്ല. 100% ഔട്ട്പുട്ട് കറക്റ്റ് ആയിരിക്കില്ല നമുക്ക് ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ഓഡിയോ ടെസ്റ്റിംഗ് വീഡിയോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ആ ഒരു പേജ് കൂടെയൊക്കെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഓഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് XBAS ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് നോക്കാം.
അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു സബ് ഫിൽറ്റർ ബോർഡിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഔട്ട്പുട്ടുള്ള ഒരു സബ് ഫിൽറ്റർ ബോർഡ് തന്നെയാണ്. നമുക്കിവിടെ പ്രീസെറ്റ് വെച്ച് നമുക്ക് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സ് ബേസിനുള്ളൊരു സ്വിച്ചും എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഇത് ജസ്റ്റ് ചെറിയൊരു ബോർഡിലാണ് കൊടുത്തിട്ടുള്ളത്. 100 വാട്ട്സിനടുത്ത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ നല്ല രീതിയിലുള്ള വർക്കിംഗ് കിട്ടുന്നുണ്ട്. നല്ലൊരു ബോർഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് SDO ആയിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ബോർഡിനെ പറ്റി അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.